പക്ഷേ നമുക്ക് ഈ ഒരു SL വന്നെങ്കിൽ നിങ്ങൾ നോക്കി, നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞതാണ്, നമ്മൾ എത്തേറിയത്തിൽ അറ്റ് ടൈമിൽ നമ്മൾ 2 എൻട്രീസ് നമ്മൾ ഓൾറെഡി നോക്കിയിരുന്നത്. ഈ സെയിം പ്ലാൻ എത്തേറിയത്തിൽ നമ്മൾ എടുത്തിരുന്നു. എത്തേറിയത്തിൽ നമുക്ക് കൃത്യമായിട്ട് പ്രോഫിറ്റ് വന്നു. അതുകൊണ്ട് തന്നെ അപ്പുറത്തുണ്ടായിരുന്ന BTC ഉണ്ടായിരുന്ന ലോസ് ഓൾറെഡി ഇവിടെ കവർ ചെയ്ത്, നമ്മൾ സെയിം റിസ്ക്കാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാക്കുന്ന ലോസ് കവർ ചെയ്തതിന് ശേഷം നമുക്കിവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രോഫിറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഹായ് ഓൾ, ട്രേഡ് മാക്സ് അക്കാദമിയുടെ വീക്ക്ലി അനാലിസിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരു വീക്ക് മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചത്, നമ്മൾ പറഞ്ഞതുപോലൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്തോ അതോ നമുക്ക് ഓപ്പോസിറ്റ് ആണോ മാർക്കറ്റ് മൂവ് ചെയ്തത് എന്നൊക്കെയുള്ളത് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം തന്നെ BTC ബിറ്റ്കോയിൻ നമുക്കൊന്ന് നോക്കാം. ബിറ്റ്കോയിൻ എന്താണ് കഴിഞ്ഞൊരു വീക്ക് സംഭവിച്ചത് എന്നുള്ളത് നോക്കാം. നമ്മളാദ്യം മാർക്കറ്റ് വീക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും. എക്സാക്റ്റ് നമ്മൾ കഴിഞ്ഞ വീക്കിൽ ഓൾറെഡി പറഞ്ഞിരുന്നു, ഈ ഒരു ലൈനിൽ ടാപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് താഴത്തേക്ക് വരും എന്ന് പറഞ്ഞിരുന്നു. എക്സാക്റ്റ് മാർക്കറ്റ് അത് ടാപ്പ് ചെയ്തതിന് ശേഷം എക്സാക്റ്റ് മാർക്കറ്റ് താഴത്തേക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും. മാർക്കറ്റ് ഏകദേശം ഒരു 7500 പോയിന്റ് മാർക്കറ്റ് ബിറ്റ്കോയിൻ മൂവ് ചെയ്തു എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഏകദേശം ഒരു 13% മാർക്കറ്റ് ഓൾറെഡി മൂവ് ചെയ്തു. നമ്മൾ എക്സാക്റ്റ് ഓൾറെഡി പറഞ്ഞിരുന്നു, നമ്മൾ 2 ലിക്വിഡിറ്റി സോണുകളാണ് കഴിഞ്ഞ വീക്കിൽ ഓൾറെഡി പറഞ്ഞിരുന്നത്. മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റി ടേക്ക് ചെയ്യുന്നു, അതിനുശേഷം 58,900 ഈ ഒരു ലിക്വിഡിറ്റി ടേക്ക് ചെയ്യും എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു. മാർക്കറ്റ് എക്സാക്റ്റ് ഈ 2 ലിക്വിഡിറ്റി ഓൾറെഡി ടേക്ക് ചെയ്തു. ലിക്വിഡിറ്റി ടേക്ക് ചെയ്തതിനു ശേഷം ഒരു പുൾ ബാക്ക് എപ്പോഴും മാർക്കറ്റ് തരുമെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അതിനുശേഷം മാർക്കറ്റ് ഒരു പുൾ ബാക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. സ്റ്റിൽ നമ്മുടെ വ്യൂ വീക്കിലിയിൽ ബെയറിഷ് ആണ്. നമ്മുടെ വ്യൂ ഓൾറെഡി വീക്കിൽ ബെയറിഷ് ആയതുകൊണ്ട് തന്നെ ഇനിയും മാർക്കറ്റ് താഴത്തേക്ക് പോകും എന്ന് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ലിക്വിഡിറ്റി സോൺ എന്ന് പറയുന്നത് 52,855 ആണ്. നെക്സ്റ്റ് വീക്കിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് ദിവസങ്ങളിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് മാർക്കറ്റ് ഏകദേശം 52,300 റേഞ്ചിലേക്ക് വരുമെന്നും അതുകൂടെ ബ്രേക്ക് ചെയ്താൽ, അഗ്രസീവ് മൂവ്മെൻ്റ് ആണെങ്കിൽ അതുകൂടെ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 49,000 വരുമെന്നാണ് നമ്മൾ നിലവിൽ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഈ ഒരു സോണുകളാണ് നിലവിൽ നമ്മൾ മാർക്കറ്റ് വരും എന്ന് പ്രതീക്ഷിക്കുന്നത്. ഇതുകൂടെ ബ്രേക്ക് ചെയ്താൽ അല്ലെങ്കിൽ ഇതുകൂടെ അഗ്രസീവ് അതെന്തായാലും ഈ ഒരു വീക്ക് നടക്കത്തില്ല. എക്സാക്റ്റ് ഈ ഒരു സോണൂടെ നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്താൽ പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് മാർക്കറ്റ് 38,000 ആയിരിക്കും. ഇതായിരിക്കും നമ്മൾ ലാസ്റ്റ് പ്രതീക്ഷിക്കുന്നത്. 38,000 വരെയാണ് നമ്മൾ ഏറ്റവും താഴത്തേക്ക് പോകും എന്ന് പ്രതീക്ഷിക്കുന്നത്. ഇത് ബിറ്റ്കോയിൻ ആണ് അല്ലെങ്കിൽ ക്രിപ്റ്റോ ആണ്. ഇവിടെ എന്ത് സംഭവിക്കാം, മാർക്കറ്റ് ഈ ഒരു സോണുകളൊക്കെ ടേക്ക് ചെയ്യാൻ അധികം സമയം വേണമെന്നില്ല. എന്നിരുന്നാലും ഈ ഒരു വീക്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 10,000 പോയിന്റിനടുത്താണ്. വീക്കിലിൽ ഈ ഒരു മൂവ്മെൻ്റ് ആണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഡേയിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ കാണാൻ സാധിക്കും. ഡെയിലി നിങ്ങൾ നോക്കി മാർക്കറ്റ് എക്സാക്റ്റ് ഇവിടുത്തെ ലിക്വിഡിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും നമ്മൾ ബുള്ളിഷ് സൈഡിലേക്ക് ആരും പ്രതീക്ഷിക്കരുത്. മാർക്കറ്റ് നമ്മൾ ഈ ഒരു മാർക്ക് ചെയ്യുന്ന സോണിൽ നിന്നും താഴത്തേക്ക് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് നമ്മൾ ഇനിയും പ്രതീക്ഷിക്കുന്നത് ഏകദേശം ഒരു 1000 പോയിന്റ് താഴെ ആയിരിക്കും. ഒരു 1000 പോയിന്റ് വരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റി സോൺ വരെ ഒരു 2000 പോയിന്റ് മാത്രമായിരിക്കും നമ്മളൊരു ബുള്ളിഷ് സൈഡിലേക്ക് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം താഴത്തേക്കായിരിക്കും നമ്മുടെ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി പുൾ ബാക്ക് എൻട്രീസ് ഇല്ല നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ എങ്ങും ട്രേഡ്സുകൾ പ്ലാൻ ചെയ്യുന്നില്ല. ഒരു ബൈ സൈഡിലേക്ക് നമ്മൾ ട്രേഡ്സ് പ്ലാൻ ചെയ്യുന്നില്ല. നമ്മൾ ചെയ്യുന്ന ട്രേഡ്സുകൾ ഈ ഒരു സോണിൽ അല്ലെങ്കിൽ നമ്മുടെ എക്സാക്റ്റ് ഈ ഒരു ലിക്വിഡിറ്റി സോണുകളിൽ നമുക്ക് അല്ലെങ്കിൽ ഈ സപ്ലൈ സോണിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് താഴത്തേക്കുള്ള ട്രേഡ്സിലായിരിക്കും നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ എക്സാക്റ്റ് ഒരു ട്രേഡിംഗ് സെറ്റപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ 1 ഹവറിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ കാണാൻ സാധിക്കും. നമ്മൾ ഇതാണ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു സോണാണ് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ ടാപ്പ് ചെയ്താൽ നമ്മൾ എൻട്രി എടുക്കുന്നു. എക്സാക്റ്റ് ഇതൊരു ലിക്വിഡിറ്റി സോണാണ്, അതൊരു സപ്ലൈ സോണാണ്. അത് മാത്രമല്ല 1 ഹവറിൽ നമ്മുടെ സപ്ലൈ സോണാണിത്. അത് മാത്രമല്ല ഇത് ഒരു ബെസ്റ്റ് ഒരു ഓർഡർ ബ്ലോക്ക് ആണ്. അപ്പം ഇവിടെ ഓൾറെഡി അഗ്രസീവ് സെൽ എൻട്രീസ് ഉണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നിലവിൽ നമ്മൾ ഇങ്ങനെ ഒരു ട്രേഡ്സ് ആയിരിക്കും ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ ഒരു ബഫർ ചെയ്ത് 1000 പോയിന്റിനടുത്ത് നമ്മൾ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു സോണ് കഴിഞ്ഞ സമയത്തുണ്ടായിരുന്ന ഈ ഒരു ലോ നമ്മൾ ഫസ്റ്റ് ടാർഗറ്റായിട്ട് വെച്ചുകൊണ്ട് തന്നെ താഴത്തേക്ക് ട്രയൽ ചെയ്യുന്നതിനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതായിരിക്കും നമ്മുടെ ഇനിയും വരുന്ന ഒരു ട്രേഡ് എന്ന് പറയുന്നത്. നിങ്ങളിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. നമ്മൾ എക്സാക്റ്റ് ഇവിടെ ട്രേഡ്സ് പ്ലാൻ ചെയ്തിരുന്നു. നമുക്ക് ഈ ഒരു വീക്കിലുണ്ടായിരുന്ന ഒരു SL എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ മാർക്കറ്റ് എന്ത് ചെയ്തു, കൃത്യമായിട്ട് നമ്മുടെ SL ഹണ്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മളെ ഓൾറെഡി ലിക്വിഫൈ ആക്കിയതിന് ശേഷം ഒരു 1-2 ക്യാൻഡിൽ കൊണ്ട് തന്നെ നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാണ് ഒരു 1 hour ടൈം ഫ്രെയിമിൽ ഒരു 2 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മളെ SL അടുപ്പിച്ചതിന് ശേഷം ഒരു ടാർഗറ്റ് നമുക്ക് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ ഒരു SL വന്നെങ്കിൽ നിങ്ങൾ നോക്കി, നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞതാണ്, നമ്മൾ എത്തേറിയത്തിൽ അറ്റ് ടൈമിൽ നമ്മൾ 2 എൻട്രീസ് നമ്മൾ ഓൾറെഡി നോക്കിയിരുന്നത്. ഈ സെയിം പ്ലാൻ എത്തേറിയത്തിൽ നമ്മൾ എടുത്തിരുന്നു. എത്തേറിയത്തിൽ നമുക്ക് കൃത്യമായിട്ട് പ്രോഫിറ്റ് വന്നു. അതുകൊണ്ട് തന്നെ അപ്പുറത്തുണ്ടായിരുന്ന BTC ഉണ്ടായിരുന്ന ലോസ് ഓൾറെഡി ഇവിടെ കവർ ചെയ്ത്, നമ്മൾ സെയിം റിസ്ക്കാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാക്കുന്ന ലോസ് കവർ ചെയ്തതിന് ശേഷം നമുക്കിവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രോഫിറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. സ്റ്റിൽ നിങ്ങൾ സ്വിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ക്രിപ്റ്റോയിൽ സ്വിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ഹോൾഡ് ചെയ്യുക. നമ്മൾ എക്സാക്റ്റ് താഴത്തേക്ക് പ്രതീക്ഷിക്കുന്ന എക്സാക്റ്റ് ഏറ്റവും ബെസ്റ്റ് ഡിപ്പിൽ എന്ത് ചെയ്യുക, നമുക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 3:3:4 എന്ന റേഷ്യോ ഉപയോഗിച്ച് എന്ത് ചെയ്യുക, ആ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക.
അപ്പോൾ നമുക്ക് നോക്കാം മാർക്കറ്റ് നെക്സ്റ്റ് വീക്ക് എന്താണ് സംഭവിക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ സോണുകൾ മാർക്കറ്റ് ടാപ്പ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും നമ്മൾ എല്ലാ ദിവസവും വൈകിട്ട് മാർക്കറ്റ് അനലൈസ് ചെയ്യുന്നതാണ്. എല്ലാ ദിവസത്തെ എൻട്രികളും ഓൾറെഡി അവിടെ നമ്മൾ പറയാറുള്ളതാണ്. മാർക്കറ്റ് ആ ഒരു മൂവ്മെൻറ്റ് ഡേയിലൊക്കെ ആ ഒരു മൂവ്മെൻറ്റ് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ വീക്കിലിയിലേക്ക് ആ ഒരു സോണിലേക്ക് മാർക്കറ്റ് വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് വാച്ച് ചെയ്യാം. അതായത് നമുക്ക് നോക്കാം നെക്സ്റ്റ് വീക്ക് നമ്മൾ പറഞ്ഞ പ്ലാൻ അനുസരിച്ച് മാർക്കറ്റ് മൂവ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും നെക്സ്റ്റ് വീക്ക് വീണ്ടും കാണാം. ബൈ ബൈ ഓൾ.